ഹായ്, നമസ്കാരം. ഞാൻ എ ജോസഫ്, മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പല രാജ്യങ്ങളിലും ജൻസി മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. ഇന്ത്യയിൽ നമ്മൾ ഡൽഹിയിൽ അത് ശക്തമായി കണ്ടു. ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജൻസി മുന്നേറ്റം കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ജൻസി ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ കേരളത്തിൽ ജൻസി അല്ലെങ്കിൽ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഉണരേണ്ടതാണ്. കാരണം പഠിക്കാനും നല്ല ജോലി കിട്ടാനും നല്ല ജീവിതമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ജൻസി വിഭാഗം കുട്ടികൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ പൊതുവായി സമരത്തിനും രംഗത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എത്ര പഠിച്ചു, എത്ര വിദ്യാഭ്യാസം നേടി, എത്ര നല്ല ഉദ്യോഗസ്ഥനായി, എത്ര വലിയ ആളുകളായാലും അവർക്ക് സുബോധമില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ടും ആ ജോലി കൊണ്ടും അല്ലെങ്കിൽ ആ സ്ഥാനങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലമില്ല. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉയർന്ന ഉദ്യോഗത്തിലുള്ള ആളുകൾ അവരുടെ സുബോധം നഷ്ടപ്പെടുത്തി അവരുടെ സ്വന്തം ജീവിതവും കുടുംബജീവിതവും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ സാധാരണക്കാരായ ആളുകൾ, ഇപ്പോൾ ഇന്ന് കാണുന്ന പല പാവപ്പെട്ട മനുഷ്യന്മാരും വലിയ ഭാവി പ്രതീക്ഷിച്ച് വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചവരൊക്കെയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവരുടെ ജീവിത ലക്ഷ്യം വഴിതിരിഞ്ഞു പോയി നാശത്തിലേക്കെത്തി. വരുന്നത് എങ്ങനെയാണ്? അധികം വിവരമില്ലാത്ത കാലത്ത്, അറിവില്ലാത്ത കാലത്ത്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര അറിവില്ലാത്ത കാലത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അവരുടെ നാശത്തിന് കാരണമായത്. അപ്പോൾ ആ ലഹരി വസ്തുക്കൾ അതിലേറ്റവും വ്യാപകമായും അംഗീകാരത്തോടു കൂടി അനുമതിയോടുകൂടി ഉപയോഗിക്കാവുന്ന ലഹരി വസ്തുവാണ് മദ്യം. നിർഭാഗ്യവശാൽ അത് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ ചെറുപ്പക്കാരുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് ശുഷ്കാന്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവലാതി ഉണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരുതലുണ്ടെങ്കിൽ അവർക്കിത് ലഭ്യമല്ലാതാകുന്ന അവസ്ഥയുണ്ടാക്കണം. നിലവിലൊരു നിയമമുണ്ട്. 23 വയസ്സ് വരെയുള്ളവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല, അവർ മദ്യം കുടിക്കാൻ പാടില്ല. അങ്ങനൊരു നിയമം നിലവിലുണ്ട്. ആ നിയമം ഭംഗിയായി നടപ്പാക്കാൻ കുട്ടികളെ സ്നേഹിക്കുന്ന, തലമുറകളെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതെങ്ങനെയാണ്? നിയമം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ ചെയ്യണം? കുട്ടികൾ കുടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. കുട്ടികൾ കുടിക്കുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് വീട്ടിലാണ്, 2 കളിസ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്, ആഘോഷവേളകളിലാണ്. അത്തരം സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി, വീടാണെങ്കിൽ വീടിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ അതിനെ സമാധാനം പറയണം. വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന ആൾ അതിന് സമാധാനം പറയണം. വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവിടുത്തെ ആളുകൾ സമാധാനം പറയണം. ഇങ്ങനെ കർശനമായ നിലപാടുണ്ടായാൽ ഒരു 23 വയസ്സിനുള്ളിൽ, അതായത് വേണ്ടത്രയ്ക്ക് അറിവില്ലാത്ത കാലത്ത് ഈ രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരില്ല. ആദ്യത്തെ ഉപയോഗമാണല്ലോ രണ്ടാമത് ഉപയോഗിക്കാനുള്ള വാതിൽ തുറന്നിടുന്നത്, അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നത് ആ രോഗം പിടിപെടുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഒരു ബോധം വന്നതിന് ശേഷം ഒരാൾ ആദ്യത്തെ ഉപയോഗം നടത്തി അവൻ അങ്ങനെ ഒരു മദ്യപാനിയായി, അതിൻ്റെ അടിമയായി അങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കാം. അതിന് മുമ്പ് അറിവില്ലാത്ത കാലത്ത് കുട്ടികൾ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട ബാധ്യത സർക്കാരിനാണ്. അത് കർശനമായിട്ട് സർക്കാർ അത് പാലിക്കണം, നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ മദ്യപാനികളും കുട്ടികളായിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു. നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ജീവിതം കൂമ്പടഞ്ഞു പോയിരിക്കുകയാണ്. ഇന്നത്തെ ഈ മദ്യപാനികളൊക്കെ എടുത്ത് നോക്കൂ. അത് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അധികം വലിയ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത സാധാരണക്കാരായ ജോലിക്കാരുണ്ട്. ഇങ്ങനെ അവരുടെയൊക്കെ ജീവിതം നശിക്കുകയാണ്. അത് ഒന്നും അറിയാത്ത കാലത്ത് ഇതിൽ പെട്ടുപോയതാണ്. അവരങ്ങനെ പെടാതിരിക്കാൻ വേണ്ട ഉത്തരവാദിത്തം സർക്കാർ നോക്കണം. സർക്കാർ ഇവരൊക്കെ കുടിച്ച് കുടിയന്മാരായിട്ട് ഇവരുടെ കച്ചവടമാണ് സർക്കാരിൻ്റെ മനസ്സിലെങ്കിൽ പിന്നെ സർക്കാരും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. സർക്കാർ ആത്മാർത്ഥമായിട്ട് നമ്മുടെ തലമുറകളെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിയമം കർശനമാക്കണം എന്നാണ് പ്രധാനമായും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.